വടകര സ്ഥാനാർത്ഥി കെ മുരളീധരൻ രക്തസാക്ഷി ടി.പി. ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷമാണ് യു.ഡി.എഫ് നേതാക്കളുമൊത്ത് ഒഞ്ചിയത്തെ ടി.പി. ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയത്. മികച്ച ഭൂരിപക്ഷത്തോടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് കെ മുരളീധരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ രമ പറഞ്ഞു. വടകരയിലെ ആവേശോജ്വല സ്വീകരണം കഴിഞ്ഞ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ നേരെ പോയത് രക്തസാക്ഷി ടി.പി. ചന്ദ്രശേഖരന്റെ ഒഞ്ചിയത്തെ വീട്ടിൽ. കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭം കുറിച്ചതും ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമയെ കണ്ടതോടുകൂടി. രാത്രി ഏറെ വൈകിയെത്തിയ സ്ഥാനാർത്ഥിയെ നൂറുകണക്കിന് RMP പ്രവർത്തകരാണ് സ്വീകരിച്ചത്. കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് വടകരയിൽ ലഭിച്ചതെന്നും യു.ഡി.എഫിന്റെ വിജയത്തിനായി പൂർണ്ണ പിന്തുണ നൽകുമെന്നും RMP നേതാവ് കെ രമ. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഏറ്റവും ശക്തനായ കരുത്തനായ വടകരയ്ക്ക് വേണ്ട ഒരാളെ തന്നെ കിട്ടിയിട്ടുണ്ട്. അക്രമരാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താകും ഇത്തവണ വടകരയിലേതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ ഇത്തവണ വടകരയിൽ യു.ഡി.എഫിന് വിജയിക്കാൻ കഴിയും. ഈ വിജയം അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സന്ദേശമാണ്. അരമണിക്കൂർ ഒഞ്ചിയത്തെ ടി.പി. ചന്ദ്രശേഖരന്റെ വീട്ടിൽ ചിലവഴിച്ച ശേഷം RMP പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങളോടെയാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. RMPയുടെ കൂടി ആവശ്യാനുസരണം കെ മുരളീധരൻ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി. പ്രചാരണവും ആരംഭിച്ചു. ഇനി വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടമാണ് വടകരയിൽ അരങ്ങേറാൻ പോകുന്നത്. ഒഞ്ചിയത്ത് നിന്ന് ക്യാമറമാൻ VS രാഹുലിനോടൊപ്പം നിതിൻ അംബുജൻ, 24.